മണ്ഡലങ്ങളിൽ കണ്ണുനട്ട് ഇന്ത്യ സഖ്യം. കേരളം UDF തരംഗത്തിലാകുമോ? ഇല്ലെന്ന് LDF. BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് UDFും LDFും. തൃശൂരും തിരുവനന്തപുരവും ദേശീയ ശ്രദ്ധയിൽ. പ്രചാരണ സമയത്തെ വാശി ഫലത്തിനു ശേഷം കൈവിട്ടു പോകാതിരിക്കാൻ വടകരയിൽ പ്രത്യേക മുൻകരുതൽ. അധിക സേനയെ വിന്യസിപ്പിക്കുമെന്ന് കളക്ടർ. വിജയാഹ്ലാദം 7 മണിക്ക് അവസാനിപ്പിക്കും. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് മാത്രം വാഹനജാഥയ്ക്ക് അനുമതി. വോട്ടർമാരെ അഭിനന്ദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം പ്രശംസനീയം. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ലോക റെക്കോർഡെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മൂന്നാമതും മോദി എന്ന എക്സിറ്റ് പോൾ പ്രവചനം ഗുണമായി. കുതിച്ചുയർന്ന ഓഹരി വിപണി. സെൻസെക്സിലും നിഫ്റ്റിയിലും 3% മുന്നേറ്റം. റെക്കോർഡ് നേട്ടത്തിൽ നിഫ്റ്റി. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. എറണാകുളം എളമക്കരയിൽ വർണ്ണശബളമായ പ്രവേശനോത്സവം. കുട്ടികൾക്ക് ബാഗും കുടയും നൽകി സ്വീകരണം. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ 2012 ശേഷം ആദ്യ സൂപ്പർ ഓവർ. ആവേശ പോരാട്ടത്തിൽ ഒമാനെതിരെ നമീബിയയ്ക്ക് ജയം. ഡേവിഡ് വിസ വിജയശില്പി. ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോൾ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ജയം ഉറപ്പെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതേസമയം ഭരണത്തിലെത്താൻ കഴിയുമെന്ന് ഇന്ത്യ സഖ്യവും കണക്ക് കൂട്ടുന്നു. വിധി കാത്ത് രാജ്യം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. 7 ഘട്ടമായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡൽഹിയിൽ വിശദീകരിക്കുകയാണ്. വോട്ടർമാരെ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. റെക്കോർഡ് പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായത് എന്നാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ, വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ലോക റെക്കോർഡായിരുന്നുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്പം മുമ്പ് അറിയിച്ചത്. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ BJP സ്വീകരിക്കുമ്പോൾ പ്രവചനം തള്ളിക്കളയുകയാണ് ഇന്ത്യ മുന്നണി. സംസ്ഥാനത്താകട്ടെ ഇത്തവണ 2020 എന്ന് UDF ആവർത്തിക്കുന്നു. എന്നാൽ 10 മുകളിൽ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് LDF ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തും തൃശൂരുമാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നത്. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് വരികയുണ്ടായി. എല്ലാവർക്കും അടിയൊഴുക്കുകളിലാണ് പ്രതീക്ഷയുള്ളത്. മുന്നണികൾ ഈ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇന്നും പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്നാണ് ശശി തരൂർ അല്പം മുമ്പ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഒരു പ്രധാന പത്രം തോൽക്കുമെന്ന് എഴുതിയിരുന്നു. പക്ഷേ 1 ലക്ഷത്തിനടുത്തായിരുന്നു ഭൂരിപക്ഷം എന്നാണ് ശശി തരൂരിന്റെ വാക്കുകൾ. വിവിധ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. ആദ്യം ശശി തരൂരിന്റെ പ്രതികരണത്തിലേക്ക്. ഇന്ത്യ മുന്നണി ഇന്നലെ ഡൽഹിയിൽ കൂടിയിട്ട് അവരെന്നെ പറഞ്ഞു 295 ആണ് അവരുടെ കണക്ക്. അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു ഭാഗമുണ്ടാവും. പക്ഷെ മറ്റേവരും നന്നായി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കണക്ക് പ്രകാരം 295 എന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖർഗെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലൊരു സംശയവുമില്ല. ഞാൻ തന്നെ 12 സംസ്ഥാനത്ത് പോയി പ്രചരണം ചെയ്ത ശേഷം ഞാൻ എല്ലാവരുടെയും കണ്ട സ്ഥിതിയല്ല ഞാൻ ഈ എക്സിറ്റ് പോൾസ് കാണുന്നത്. ഈ എക്സിറ്റ് പോൾസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ
എന്റെ അഭിപ്രായത്തിൽ അത് 2029 ചോദിക്കേണ്ടി വരും, 24 സംഭവിക്കാൻ പാടില്ല. തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷ തന്നെയാണുള്ളതാണെന്ന് ശശി തരൂർ ആവർത്തിച്ച് പറയുകയാണ്. അതേസമയം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനായിരിക്കും വിജയമെന്നും തരൂർ പറയുന്നു. അദ്ദേഹം എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. എന്നാൽ തിരുവനന്തപുരത്തെ തരൂരിന്റെ എതിരാളിയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ താമര വിരിയും എന്ന ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അത് പല കാരണങ്ങൾ കൊണ്ട് തനിക്ക് വ്യക്തമായ കാര്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലേക്ക്. അല്ല, എക്സിറ്റ് പോള് നമുക്ക് ഇന്നലെ കണ്ടത് അത് ഭയങ്കര സ്പഷ്ടമായിട്ട് ഒരു നല്ല മെസ്സേജ് വരുന്നുണ്ട്. ജനങ്ങൾ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു 3-ാം തവണ ഒരു ഭയങ്കര ഒരു ഡിസൈസീവ് മാൻഡേറ്റ് ആണ് കൊടുക്കുന്നത്. ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ 10 കൊല്ലം ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം ചെയ്ത ഒരു ട്രാൻസ്ഫർമേഷൻ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ലൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്റെ സീറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ് എല്ലാവരോടും പറഞ്ഞത്. നമുക്ക് നാളെ കാണാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ മനസ്സിലാവും. ഞാൻ ഇവിടെ നന്നായി അധ്വാനിച്ചു, എല്ലാവരെയും അടുത്ത് പോയി എന്റെ ഒരു വിഷനെ പറ്റി, നരേന്ദ്രമോദിജിന്റെ വികസന പുരോഗതിന്റെ വിഷനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് എന്ന്. കേരളം അങ്ങനെ ഇന്ത്യയിലെ ഒരു നാടല്ലേ, അപ്പോ അങ്ങനെ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കേരളയിൽ ഒരു പുരോഗതി വികസനം വേണം, ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം വേണം. അത് ഞാൻ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട്. നാളത്തെ റിസൾട്ട് നമുക്ക് കാണാം, എന്നിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. എനിക്കും BJPയിലും എല്ലാ പ്രവർത്തകർക്കും എല്ലാം ഏറ്റവും വലിയ ഒരു ഉത്സാഹം, ഒരു ഹാപ്പിനെസ് ഇന്നലത്തെ എക്സിറ്റ് പോൾ കാണുമ്പോൾ ആ 3-ാം തവണ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ്, അതും 19-നെക്കാട്ട് ഒരു നല്ലൊരു മാൻഡേറ്റ്, ഡിസൈസീവ് മാൻഡേറ്റ് കിട്ടുന്ന, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു സന്തോഷം. നാളെ ഞങ്ങളുടെ പേഴ്സണലായിട്ട് എന്താണ് സീറ്റിന്റെ റിസൾട്ട് നമുക്ക് നാളെ കാണാം. വി മുരളീധരനും ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം 3-ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പറഞ്ഞത്. ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി കൂടിയാണ് വി മുരളീധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർക്കാരിനെതിരായിട്ട് ഒരു ആരോപണം പോലും, അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത്, അങ്ങനെയുള്ളൊരു ഭരണം വീണ്ടും ഉണ്ടാകണം എന്നുള്ള താല്പര്യം, അങ്ങനെ ഒരു തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഈ വിധിയെഴുത്ത് സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകളെ വെച്ചുള്ള ചർച്ചകൾ തന്നെയാണ് മുന്നണികൾ നടത്തുന്നത്. പക്ഷേ എക്സിറ്റ് പോളുകളെ ഇന്ത്യ സഖ്യം തള്ളിക്കളയുകയാണ്. എങ്കിൽ പോലും അതിന്റെ വിലയിരുത്തൽ മുന്നണിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കേരളത്തിലും UDFും LDFും ഒരേപോലെ തന്നെയാണ് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യം എക്സിറ്റ് പോളുകളെ തള്ളിക്കളഞ്ഞതിനാൽ UDFിനും പരസ്യമായിട്ട് എക്സിറ്റ് പോളുകളെ അനുകൂലിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾ കേരളത്തിൽ UDFിന് അനുകൂലമായ ഒരു ജനവിധിയാണ് പറയുന്നത്. എങ്കിൽ പോലും പരസ്യമായിട്ട് അവർ എക്സിറ്റ് പോളുകളെ അനുകൂലിക്കുന്നില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ഉണ്ട്. അത് രാഗേഷ്, ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഓരോ മുന്നണികളുടെയും പ്രതീക്ഷ എന്നത് പറയും, VV അരുൺ കേരളത്തിലെ കാര്യങ്ങൾ പറയുന്നതിനും. രാഗേഷ്, എന്തായാലും ഇന്നലത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ മുന്നണികളുടെ നിലപാടിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഈ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എന്ന് പോലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയധികം ആത്മവിശ്വാസത്തിൽ NDA നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. പക്ഷേ എന്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും പ്രതികരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ ഏത് വിധത്തിലുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ പ്രകടമാകുന്നത്? മഞ്ജുഷ, നാളെ ഏതായാലും ഈ സമയമാകുമ്പോഴേക്കും രാജ്യം ആര് ഭരിക്കുമെന്നൊരു വ്യക്തമായ സൂചന കിട്ടും. കാരണം രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സ്വാഭാവികമായും ഒരു 8:30യോടുകൂടി ആദ്യ ഫല സൂചനകൾ പുറത്തു വരും. തൊട്ട് പിന്നാലെ ഒരു 9-9:30യോടുകൂടി രാജ്യം എങ്ങോട്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയും ലഭിക്കും. ഏതായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായി എക്സിറ്റ് പോളുകൾ തന്നെയാണ് ഇന്നും പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളെ ഒന്നടങ്കം തള്ളുന്നുണ്ട് ഇന്ത്യ മുന്നണി. പക്ഷേ BJP എക്സിറ്റ് പോളുകളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയും അതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച പ്രകടനം
കാഴ്ചവെക്കും എന്ന് BJP നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് 400-നടുത്ത് സീറ്റുകൾ വരെ ലഭിക്കാമെന്ന പ്രതികരണം തന്നെയാണ് BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് 10 വർഷത്തെ ഭരണത്തിനുള്ള അംഗീകാരമായിരിക്കും ജനവിധി എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും തന്നെ ഇത് എക്സിറ്റ് പോൾ അല്ല, മറിച്ച് മോദി പോൾ എന്ന വിമർശനം ഇന്നും ആവർത്തിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അക്കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്നതാണ്. അല്പം മുമ്പ് പോലും സിദ്ധരാമയ്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ 15 സീറ്റ് വരെ ലഭിക്കും കോൺഗ്രസിന് എന്ന അവകാശപ്പെടുകയുണ്ടായി. കാരണം എക്സിറ്റ് പോളുകൾ BJPക്ക് വലിയ മുന്നേറ്റം അവിടെ പറയുന്നുണ്ട്. 28-ൽ 26 സീറ്റ് വരെ BJP നേടാം, NDA സഖ്യം നേടാമെന്നായിരുന്നു പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഏതായാലും ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം യോഗത്തിന് ശേഷം മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത് 295 സീറ്റ് എന്നാണെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം പിന്നീട് നേതാക്കളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും BJP അധികാരത്തിൽ വരില്ല എന്നൊരു പൊതുവികാരം അല്ലെങ്കിൽ പ്രതികരണം നേതാക്കൾ നടത്തുന്നു. എത്ര സീറ്റ് എന്ന പ്രതികരണത്തിലേക്ക് അവർ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും, BJP അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന് തന്നെയാണ് നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ BJP ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ തന്നെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 9-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൻപത്തിൽ അല്ലെങ്കിൽ ഭാരത് മണ്ഡപത്തിൽ ഇവിടെ 2 ഇടങ്ങളിലുമായി ഒരു വിപുലമായ സത്യപ്രതിജ്ഞയാണ് ആലോചിക്കുന്നത്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ സത്യപ്രതിജ്ഞ നടന്നത് രാഷ്ട്രപതി ഭവനിലാണ്. പക്ഷേ ഇത്തവണ ഏതാണ്ട് 2000-3000-ത്തിലധികം ആളുകളെ വിദേശത്തുള്ള പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശദമായ സത്യപ്രതിജ്ഞയിലേക്ക് BJP അത്തരം ആലോചനകളിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ മൃഗീയ വിജയം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം നേടുമെന്നടക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്. 3 എക്സിറ്റ് പോളുകൾ 400-നടുത്ത് സീറ്റ് NDAക്ക് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. രാകേഷ്, മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ EVM-ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നുള്ള കാര്യം പോലും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുകയാണ്. അതായത് ശ്രദ്ധയോടുകൂടി തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകണം എന്ന് കൗണ്ടിംഗ് ഏജന്റുമാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വോട്ടർമാർക്ക് അഭിനന്ദനമുണ്ട്, ലോക റെക്കോർഡാണ് ഇത്തവണ വോട്ടർമാരുടെ പങ്കാളിത്തത്തിൽ എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷനും പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യം ഇത്തരം ഒരു മുൻകരുതൽ എടുത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ അത് അണികളുടെ ആവേശം ചോർത്തിയിട്ടുണ്ട്, അതൊരു സൈക്കോളജിക്കൽ ഗെയിം ആയിരുന്നു NDAയുടെ എന്ന തിരിച്ചറിവിൽ ഈ കൗണ്ടിംഗ് ഡേക്ക് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ അതാണോ ഈ EVM-ലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതെ മഞ്ജുഷ്, കാരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗം, അതായത് 1-ാം തീയതി ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായെങ്കിലും അന്ന് നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നാണ്. മാത്രമല്ല ഇന്നലെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടൊരു പരാതി നൽകിയിരുന്നു. അതായത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് പക്ഷേ അംഗീകരിക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നാണ് സൂചനകളാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത്. കാരണം ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം പൂർണ്ണമായി എണ്ണിത്തീരട്ടെ, അതിനുശേഷം EVM എണ്ണാമെന്നാണ്. പക്ഷേ കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത് പോസ്റ്റൽ വോട്ടുകൾ, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം പോസ്റ്റൽ വോട്ടുകളിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ 8 മണിക്ക് ആരംഭിക്കുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണും. പക്ഷേ 8:30യോടുകൂടി EVM എണ്ണി തുടങ്ങും. അതായത് പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ എണ്ണി തീരാൻ കാത്തിരുന്നാൽ EVM എണ്ണുന്നത് വൈകും, അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വൈകിക്കും. അപ്പോൾ അത്തരമൊരു നടപടിയിലേക്ക് സാധിക്കില്ല. 8:30-ക്ക് EVM എണ്ണി തുടങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളും എണ്ണാം എന്നൊരു പ്രതികരണമാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത്. ഔദ്യോഗികമായി കമ്മീഷൻ ഇക്കാര്യം പ്രതികരിച്ചിട്ടില്ല. ഏതായാലും വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്, അതിൽ ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനു മുമ്പ് സംസ്ഥാനത്തെ കാര്യങ്ങളിലേക്ക് വരാം. VV അരുൺ, രസകരമായ കാര്യമാണല്ലോ സംസ്ഥാനത്ത് ഇപ്പോൾ എക്സിറ്റ് പോളുകളെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരവസ്ഥയിൽ പരസ്യമായിട്ട് UDF എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയുകയാണ്. കാരണം ഇന്ത്യ സഖ്യം എക്സിറ്റ് പോളുകളെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക്. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ UDFന് വലിയ മേധാവിത്വം പ്രവചിക്കുമ്പോൾ അതിനേക്കാൾ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് UDF പറയുന്നു. പക്ഷേ അത്രയ്ക്ക് ആത്മവിശ്വാസം കൂട്ടേണ്ട ഒരു കാര്യമുണ്ടോ? LDFന് അത്ര വൻ തകർച്ച എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ടോ കാര്യങ്ങൾ? LDF ക്യാമ്പ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്?
മഞ്ജുഷ, എക്സിറ്റ് പോളുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ചിരിക്കുകയാണ് സംസ്ഥാനത്തെ UDF നേതൃത്വം. കാരണം വലിയ മുന്നേറ്റം UDF ഉണ്ടാകുമെന്ന് പറയുന്ന എക്സിറ്റ് പോളുകളെ അവർ ആ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പുറമെ പറയാൻ കഴിയില്ല. കാരണം മഞ്ജു സൂചിപ്പിച്ച പോലെ കേന്ദ്ര സാഹചര്യം തന്നെയാണ്. കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ NDA വരുമെന്ന് പറയുമ്പോൾ അത് ആ രീതിയിൽ ഇവിടെ നേതൃത്വത്തിന് ആ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു ക്ലീൻ സ്വീപ്പ് T20 എന്ന ഒരു സ്വീപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 18 സീറ്റെങ്കിലും 18-19 ഇതിൽ കുറയില്ല എന്ന ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കൾ UDF നേതാക്കൾ ഇപ്പോഴും നൽകുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വല്ലതും മാറ്റം വന്നാൽ അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും നഷ്ടപ്പെടില്ല എന്ന ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നു. തിരുവനന്തപുരമാണ് ഈ മൂന്ന് മുന്നണികൾക്കും വലിയ ചങ്കിടിപ്പുണ്ടാക്കുന്ന മണ്ഡലം. അവിടെ BJP ജയിച്ചേക്കാം എന്നൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾ ആദ്യം മുതൽ മുന്നോട്ട് വച്ചതാണ്. ഇപ്പോഴും എക്സിറ്റ് പോൾ കൂടി വന്നതോടുകൂടി BJP ക്യാമ്പ് ഒന്നുകൂടി ഉണർന്നിരിക്കുന്നു. ആദ്യം തിരുവനന്തപുരം മാത്രമായിരുന്നുവെങ്കിൽ തൃശൂരും തിരുവനന്തപുരം ആയിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പോൾ ആറ്റിങ്ങലും വിജയിക്കുമെന്ന പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ചില എക്സിറ്റ് പോളുകൾ അവർക്ക് അനുകൂലമായി വരുന്നു. അതുപോലെ ആറ്റിങ്ങൽ ഇങ്ങനെ 4 മണ്ഡലങ്ങൾ ജയിക്കാമെന്നൊരു സാഹചര്യം, അതിലൊന്നെങ്കിലും കിട്ടുമെന്ന് BJPയും ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ താമര വിരിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ ഇപ്പോൾ BJP നേതാക്കളിലുണ്ട്. നമ്മൾ സംസാരിച്ച BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോളുകളെ പാടെ തള്ളുകയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വം. സംസ്ഥാനത്ത് ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ടായി എന്ന് നേതാക്കൾ സമ്മതിക്കുന്നു. പക്ഷെ അത് ഏത് അറ്റം വരെ, ഏത് എക്സ്ട്രീം വരെ പോകുമെന്ന കാര്യത്തിലാണ് അവർക്ക് ആശങ്ക. അങ്ങനെ വലിയ രീതിയിൽ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടായില്ലെങ്കിൽ 5 മുതൽ 6 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്തെ സീറ്റുകളുടെ ഭൂരിപക്ഷം, അതായത് 10 മുകളിൽ സീറ്റ്, 11 മുതൽ മേളിലോട്ട്, അതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. നേതാക്കൾ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷെ അത്രയില്ലെങ്കിലും 5 മുതൽ 6 സീറ്റ് വരെ എങ്ങനെ പോയാലും 4 സീറ്റ് അതിൽ കുറയാത്തൊരു വിജയം ഉണ്ടാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. ആറ്റിങ്ങലും കാസർഗോഡും ആലത്തൂരും മാവേലിക്കരയും തൃശൂരും ഒക്കെ അവർ ഇപ്പോഴും ഉറച്ച വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. പാലക്കാട് വിജയിച്ചേക്കാമെന്ന് കരുതുന്നു. വടകരയിൽ വിജയസാധ്യത അവർ കാണുന്നു. കണ്ണൂരിലും ശക്തമായ പോരാട്ടത്തിൽ വിജയിച്ചു വരാം എന്നവർ കാണുന്നു. അങ്ങനെയെങ്കിൽ ഒരു 6-7 സീറ്റ് അനായാസം ജയിക്കും. ഏറ്റവും കൂടുതൽ 4 എന്ന കണക്കിലാണ് ഇപ്പോഴും സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ പൂർണ്ണമായും ഈ എക്സിറ്റ് പോളുകളെ തള്ളിക്കളയുന്നത്. ശരി, VB അരുണും ER രാഗേഷുമാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ കരുതുന്നത്. അതേസമയം കേരളത്തിൽ UDF സന്തോഷത്തിലാണ് എക്സിറ്റ് പോളുകളിൽ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന പ്രതീക്ഷ. പക്ഷേ LDFനും ആത്മവിശ്വാസത്തിൽ കുറവില്ല. അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് BJPയും കരുതുകയാണ്. മറ്റ് ചില കരുനീക്കങ്ങൾ പോലും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ JDUവിനുള്ള പങ്കാളിത്തം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹം പരക്കുന്നുണ്ട്. പക്ഷേ ഫിനാൻസ് കമ്മീഷന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ JDU അധ്യക്ഷൻ കണ്ടത് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ തുടരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുമ്പ് വാർത്താ സമ്മേളനം തുടങ്ങിയതും വോട്ടർമാരെ അഭിനന്ദിച്ചതും അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നു. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 8:30 ആദ്യ ഫലസൂചന കിട്ടിത്തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. ഇതിൽ ചില ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടാക്കണമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് യോജിച്ചിട്ടില്ല. അതേസമയം 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് മൈക്രോ യൂണിറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ മൈക്രോ യൂണിറ്റുകൾ പരിശോധിക്കുവാനുള്ള അവസരമുണ്ടാകും. ഇതിനുള്ള പരാതി 7 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും അപാകത ഈ വോട്ടെണ്ണലിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നൽകുന്ന പണം തിരിച്ചു നൽകും. 40,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. ആ പണം സ്ഥാനാർത്ഥിക്ക് തിരിച്ചു നൽകും. അതല്ല, ക്രമക്കേടൊന്നും കണ്ടില്ലെങ്കിൽ ആ പണം സ്ഥാനാർത്ഥിക്ക് നഷ്ടമാവും. ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അത് വോട്ടെണ്ണലിന് ശേഷമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 സമാനമായ സാഹചര്യമുണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. എക്സിറ്റ് പോൾ അല്ല ശരിയെന്ന് നേരത്തെ തെളിഞ്ഞിട്ടുള്ളതാണെന്നും അത് 2004 ചൂണ്ടിക്കാട്ടി MB രാജേഷ് പറഞ്ഞു. 2004 സമാനമാണ് സ്ഥിതി. 2004 പ്രീപോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീപോളുകാർക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് വെറും 138 സീറ്റിലേക്ക് അന്ന് BJP ചുരുങ്ങുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ
ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എക്സിറ്റ് പോള് കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ നൽകിയ വലിയ പിന്തുണയുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രതികരണവും അവർ നൽകിയ പിന്തുണയുമൊക്കെ വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന, അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളും ഉറപ്പും. ആറ്റിങ്ങൽ മണ്ഡലം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. ചില എക്സിറ്റ് പോളുകളിൽ BJPക്ക് മൂന്നാമതൊരു സീറ്റ് കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന പ്രവചനം വന്നതിന് ശേഷമാണ് ആറ്റിങ്ങൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. എന്നാൽ ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥിയായ V. ജോയ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. രണ്ടാമത് UDF ആയിരിക്കുമെന്നും BJP മൂന്നാമത് സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ് V. ജോയ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മോടൊപ്പം ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V. ജോയ് ചേരുന്നു. അല്ല, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആ മണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഒരു പരിസമാപ്തി നാളെ നമുക്ക് മനസ്സിലാകും. എക്സിറ്റ് ഫലങ്ങളിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അത് നാളെ ബോധ്യമാകും. ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഉണ്ട്. BJP ജയിക്കാൻ പോകുന്ന ഒരു സീറ്റുകളിൽ ഒന്ന് ആറ്റിങ്ങൽ എന്ന് പറയുന്നുണ്ട്. അത് സംഭവിക്കാനിടയില്ല. യാതൊരു കാരണവശാലും അത് സംഭവിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. അവിടെ LDF ജയിക്കും. രണ്ടാമതാരായിരിക്കും? രണ്ടാമത് UDF ആയിരിക്കും. ഒരു സംശയമില്ല. അതാണ് തികഞ്ഞ ആത്മവിശ്വാസമാണ്. CPMന്റെ കണക്കൂട്ടലിലും ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്ന് ആറ്റിങ്ങലാണ്. സ്ഥാനാർത്ഥി CPM ജില്ലാ സെക്രട്ടറി V. ജോയും അതേ ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ വോട്ടർമാരെ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 64.2 കോടി പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത്. ഇതിൽ 31.2 കോടി വനിതകളായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരെയും അഭിനന്ദിക്കുകയുണ്ടായി. അതേസമയം തന്നെ കമ്മീഷന് മുന്നിലെത്തിയ പരാതികൾ ഇതിൽ പക്ഷപാതപരമായി പെരുമാറി എന്നുള്ള ആരോപണം കമ്മീഷന് മേലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തരത്തിലുള്ള പക്ഷപാതവും കാട്ടിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. We have created a world record of 642 million proud Indian voters. This is a historic moment for all of us, for the nation as a whole. 642 ever anywhere in the world in any of the electoral exercise. That's what is the number of voters. And this is just to give you some small statistics. This is 1.5 times of the voters of all G7 countries. US, UK, France, Germany, Italy, Japan, Canada, all put together. We are comparing voters, not electors. And it is 2.5 times of the voters of 27 countries in the EU. That has been the incredible power of the voters of India. Let's see what happened next. There are 312 million proud women voters. This is also the highest ever in the world. വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ലോക റെക്കോർഡാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. വിപുലമായ സൗകര്യമാണ് വോട്ടെണ്ണലിനായി ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കുറേയേറെ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ പരാതികളിൽ മുഖം നോക്കിയാണ് നടപടിയെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നതാണല്ലോ. ഇതിനെക്കുറിച്ച് ഏത് തരത്തിലുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്? മനുഷ്യ തീർച്ചയായും അതിനൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യാതൊരുവിധ പക്ഷാപാതവും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിമാരുടെ അടക്കം വാഹനങ്ങളും ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകളും അടക്കം പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. എല്ലാവരുടെയും മുഖം നോക്കാതെ തന്നെ നടപടിയെടുക്കാൻ കമ്മീഷന് സാഹചര്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ
ഈ ഒരു പരിശോധനയിൽ രാജ്യത്തുടനീളമായി ഏകദേശം 1054 കോടിയോളം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2052 കോടി രൂപയുടെ സൗജന്യ വസ്തുക്കളും 868 കോടിയുടെ മദ്യവും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 4,56,000-ഓളം പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള കേസുകൾ, വയലേഷൻ കേസുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 90% പരാതികളും പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 10% പരാതികൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത് എന്നുള്ള കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നബാധിതയുള്ള മേഖലകളിൽ അവിടെ സേന വിന്യസിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതൊരു ചരിത്രപരമായ നേട്ടം തന്നെയാണ് കമ്മീഷന്റെ മുന്നിലുണ്ടായിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പേർ ലോകത്ത് വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അതിൽ 64,20,00,000 വോട്ടർമാരാണ് ഇത്തവണ ഇന്ത്യയിലെ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അതിന് വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി പറയുന്നു. ഇതിൽ 31.2 കോടി വനിതകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതും ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. ഇതിനൊരു സ്റ്റാൻഡിംഗ് ഒവേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എഴുന്നേറ്റ് നിന്ന്, ഒപ്പം തന്നെ ആ വേദിയിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നുള്ള കയ്യടിയോടുകൂടിയാണ് ഈ ഒരു വനിതകളെ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തിയതിന് അഭിനന്ദിക്കുകയും ചെയ്ത്. എന്തായാലും രാജ്യത്തെ എല്ലാ വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിക്കുന്നു. കൂടാതെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ചില ആരോപണങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ തന്നെ പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പല പരാതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭരിക്കുന്ന മുന്നണിക്ക് വേണ്ടി അനുകൂലമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നു എന്നുള്ളൊരു ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ മാത്രമായിരുന്നു. അതിനൊക്കെ തന്നെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത മേഖലകളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി ബിദുൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. അപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. കേരളത്തിൽ വോട്ടെണ്ണലിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. വെളുപ്പിന് 4:30 സ്ട്രോങ് റൂമുകൾ തുറക്കും. വലിയ സുരക്ഷാ ക്രമീകരണവും വോട്ടെണ്ണലിനായി ഒരുക്കിയിട്ടുണ്ട്. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര നിരീക്ഷകരുടെയും മുഖ്യ ഭരണാധികാരിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങളാണ് ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നത്. രാവിലെ 4:00 കൂടി സ്ട്രോങ് റൂമുകൾ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രമായ മാർ ഇവാനിയോസ് കോളേജിലാണ്. ഇവിടുത്തെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ ബാലറ്റുകൾ സൂക്ഷിച്ചിട്ടുള്ള കേന്ദ്രമാണിത്. ഇവിടെ ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ വലിയ സ്കൂളിനുള്ളിൽ കൃത്യമായ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ബാലറ്റ് പെട്ടികൾ EVM സൂക്ഷിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ എവിടെയും ഉണ്ട്. കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മറ്റേ കേന്ദ്ര സേനകളുടെ അടക്കം സുരക്ഷാ വിന്യാസങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ബാലറ്റ് സൂക്ഷിച്ച സ്ഥലങ്ങളിൽ ഉണ്ട്. 4:30 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സാധാരണഗതിയിൽ 7:30 മണിയോടുകൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക. പക്ഷേ ഇത്തവണ 4:30 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കാനാണ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സ്ഥാനത്തിലാകും സ്ട്രോങ് റൂമുകൾ തുറക്കുക. ലോഗ് ബുക്കിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തുകയും വീഡിയോ കവറേജ് ഉറപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. അതിൽ തന്നെ ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളുമാകും ആദ്യം എണ്ണുക. അത് റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് എണ്ണും. അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റാണ് വോട്ടെണ്ണലിന് ഉപയോഗിക്കുക. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ കണക്കുകൾ പരിശോധിച്ച ശേഷമാകും ആ രീതിയിലേക്ക് വോട്ടെണ്ണൽ മാറുക. വളരെ കൃത്യമായി അരമണിക്കൂർ കൊണ്ട് തന്നെ ആദ്യ ഫലസൂചന, അതായത് ഈ വീട്ടിൽ വോട്ട് ചെയ്തവരെയും ജീവനക്കാരുടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ വോട്ടുകളടക്കമുള്ള വോട്ടുകൾ ആദ്യം എണ്ണും. അതോടുകൂടി അരമണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. തിരുവനന്തപുരത്തും വോട്ടെണ്ണലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. 14 നിയമസഭാ മണ്ഡലങ്ങളിലായി 14 ഉപഭരണാധികാരികളുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോമ്പൗണ്ടിലെ 11 കേന്ദ്രങ്ങളിലായി 16 സെന്ററുകളിലാണ് വോട്ടെണ്ണൽ. ആറ്റിങ്ങൽ, തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലങ്ങളുടെ
EVM പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. അതിനുശേഷം മറ്റ് വോട്ടെണ്ണലിലേക്കും കടക്കും. ഏതായാലും 1200 കൗണ്ടിംഗ് ജീവനക്കാരാണ് തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലുമായി ഉണ്ടാവുക. തിരുവനന്തപുരം മണ്ഡലത്തിലെ നിയമവും കഴക്കൂട്ടം ഒഴികെ മറ്റെല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും 14 കൗണ്ടിംഗ് ടേബിളുകളും, കഴക്കൂട്ടത്ത് 12 ടേബിളും, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 14 കൗണ്ടിംഗ് ടേബിൾ വീതവും സജ്ജീകരിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെയും ആദ്യം എണ്ണിപ്പോകും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 38ഉം തിരുവനന്തപുരത്തിന് 34 ടേബിളുകളാണ് ഇതിന് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരുടെ പരിശോധന അവസാനവട്ടവും നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ 8 മണിക്ക് തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ സ്ട്രോങ് റൂമിൽ തുറന്ന ശേഷം വോട്ടെണ്ണലിലേക്ക് കടക്കും. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടകരയിൽ പ്രചാരണ സമയത്തുണ്ടായ വീറും വാശിയും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൈവിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ സേനയെ വിന്യസിക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. ഇക്കാര്യം ജില്ലാ കളക്ടർ അറിയിച്ചു. അതുപോലെ തന്നെ വിജയാഹ്ലാദം നടത്തുന്നതിലും നിയന്ത്രണമുണ്ട്. രാത്രി 7 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അനുവദിക്കുകയില്ല. വാഹന ജാഥ നടത്തുന്നതിനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ നമുക്ക് വി ഹാവ് സഫീഷ്യന്റ് പോലീസ് പ്രൊട്ടക്ഷൻ, പോലീസ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് എല്ലാ സ്ഥലത്തും GDT മാത്രമല്ല വടകരവും കോഴിക്കോടും റിക്വയർമെന്റ് ബേസിസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സഫീഷ്യന്റ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് ഒരു ലിമിറ്റഡ് ഏരിയ ആണ്, കാരണം അത് ഒരു സ്കൂൾ സെൻട്രൽ ഫോൺസോ ഉണ്ട്, അതിൽ ആ ലിമിറ്റഡ് വിസിനിറ്റിയിലെ അതെ, കാരണം അതിൽ വി ആർ നോട്ട് എക്സ്പെക്ടിങ് ടു മച്ച് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദി കൗണ്ടിംഗ് സെന്റർ. 144 in the evening till tomorrow evening. In 6 p.m. till tomorrow's night, most likely tomorrow night. കുറച്ച് സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്, അതിൽ ഡിപ്ലോയ്മെന്റ് നമുക്ക് ഇൻക്രീസ് ആവും. ബട്ട് 144 വി ആർ നോട്ട് ഡിക്ലെയറിംഗ്. ഇതിൽ ജനറൽ കൺസെൻസസ് ആണ് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ സെലിബ്രേഷൻ ഇന്ന് നമുക്ക് നാളെ കൗണ്ടിംഗ് ആയിട്ട് 7 PM നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ലോക്കൽ ലെവലിൽ SHO ലെവലിൽ ഡിസ്കഷനിൽ അത് പറഞ്ഞ് ഈ ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാം, ആ ഏരിയ അവർ ഏത് പാർട്ടിയിലെ യൂസ് ചെയ്യാം, അതിങ്ങനെ ഒരു ഡിസ്കഷൻസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഫോർമലി നമുക്ക് ഓർഡറിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഓൾസോ, കാരണം കൺസെൻസസ് ബിൽഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഒരു മേജർ ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ലോക്കൽ ലെവലിൽ അറിയിച്ചിട്ട് നമുക്ക് വി ക്യാൻ മാനേജ് ഇറ്റ്. ദാറ്റ് ഇസ് ദ ഓവറോൾ കൺസെൻസസ് ദാറ്റ് ഹാസ് ബീൻ കം. പിന്നെ നാഷണൽ ലെവൽ സെലിബ്രേഷൻ നമുക്ക് ഓൾറെഡി ഓഫ് കോഴ്സ് 4-ാം തീയതി മാത്രമല്ല 5-ാം തീയതി പോവും, 6-ാം തീയതി പോവും. അതിൽ നമുക്ക് സഫീഷ്യന്റ് പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് വിൽ നോട്ട് ജസ്റ്റ് എൻഡ് ഓൺ 4th, 5th, 6th നമുക്ക് കുറച്ച് സെലിബ്രേഷൻ ഉണ്ടാവും. അല്ലല്ലോ മൊത്തമുണ്ട്, ബട്ട് വി ഹാവ് സം ഫോക്കസ് ഏരിയാസ്. വടകര, നാദാപുരം, കുറ്റ്യാടി കുറച്ച് ഏരിയാസ് ഉണ്ട് വേർ വി ആർ ഫോക്കസിംഗ് ലിറ്റിൽ മോർ. അത് ഡിപ്ലോയ്മെന്റ് അതനുസരിച്ചാണ്. വടകരയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക ക്രമീകരണങ്ങളെക്കുറിച്ചാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിശദീകരിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, പക്ഷേ ഇത് ഈ സർവകക്ഷി യോഗത്തിൽ ധാരണയായതുകൊണ്ട് ഒരു ഉത്തരവിന്റെ ആവശ്യം ഇല്ല എന്ന് കളക്ടർ പറയുന്നുണ്ട്. അപ്പോൾ തൃപ്തികരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണല്ലോ ഇപ്പോൾ ജില്ലാ ഭരണകൂടം കരുതുന്നത്. എന്തെല്ലാം അധിക മുൻകരുതലുകൾ ഏർപ്പെടുത്തുന്നുണ്ട്? തീർച്ചയായും നേരത്തെ നമുക്ക് അറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിനത്തിലും സമാനമായ ചില കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വടകര പട്ടണത്തിലടക്കമുള്ള ഇടങ്ങളിൽ ഒരു തരത്തിലുമുള്ള കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. അന്ന് തലശ്ശേരിയിലേക്ക് കൊട്ടിക്കലാശം മാറ്റുകയും ഓരോ ഇടങ്ങൾ പരസ്പരം കണ്ടുമുട്ടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് കൊട്ടിക്കലാശം മാറ്റുകയുമായിരുന്നു. എന്തായാലും അന്ന് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തലശ്ശേരിയിൽ ഉണ്ടാവുകയും ചെയ്തില്ല. എന്തായാലും ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു സമവായത്തിൽ എത്തിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലാ ഭരണകൂടം ഒപ്പം പോലീസും റൂറൽ പോലീസും സിറ്റി പോലീസും ഒക്കെ തലപുകഞ്ഞുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ നടത്തി വരികയായിരുന്നു. DGP അടക്കം നേരിട്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. എന്തായാലും അത്തരമൊരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് 7 മണി കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ, ആര് ജയിച്ചാലും ആഹ്ലാദ പ്രകടനങ്ങൾ, ഈ സ്ഥാനാർത്ഥി പങ്കെടുത്തുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ 7 മണി കൊണ്ട് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഒപ്പം ഈ വിജയത്തിന് ശേഷം സ്ഥാനാർത്ഥി ഒഴികെ മറ്റാർക്കും ഈ വാഹന വ്യൂഹവുമായി ഒരു ജാഥ
പ്രചരണ ജാഥകൾ അല്ലെങ്കിൽ ആഹ്ലാദ ജാഥകൾ നടത്താനുള്ള അനുമതി നിലവിലുള്ള. ഒപ്പം ദേശീയ പാർട്ടികൾ അടുത്ത ദിവസം 5-ാം തീയതിയും 6-ാം തീയതിയും ഒക്കെയായി ആഹ്ലാദ പരിപാടികൾ നടത്താമെന്നാണ് ഇപ്പോൾ സമവായം എത്തിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനം വടകരയിലും ഉണ്ടാവും. അത്തരം രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കർശനമായ നിരോധനാജ്ഞ അടക്കം നിലവിൽ വരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ആലോചനകൾ നീങ്ങുന്നത്. എന്തായാലും മുൻകരുതൽ നടപടി എന്ന രീതിയിൽ നിരോധനാജ്ഞ നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കളക്ടർ പറയുന്നത്. നാദാപുരം, കുറ്റ്യാടി അടക്കമുള്ള ഇടങ്ങളിൽ കർശന സുരക്ഷാ സന്നാഹങ്ങൾ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഉണ്ട്. 1600 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ വടകര മണ്ഡലത്തിന് വേണ്ടി മാത്രമായി നിയോഗിച്ചിരിക്കുന്നത്. 6 കമ്പനി ബറ്റാലിയനാണ് സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം 8 സബ് ഡിവിഷനുകളിൽ ഓരോയിടത്തും ഓരോ DYSPമാരെ വെച്ച് ഇതിനകം തന്നെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. 16 സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ നിലവിലുണ്ടാവും. ഒപ്പം 66 മൊബൈൽ പട്രോളിംഗ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം 25 പേരടങ്ങുന്ന 14 സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ പ്രധാന സ്റ്റേഷനുകളിൽ കേന്ദ്രീകരിച്ചുണ്ടാകും. അതായത് 2 ഈ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ ഒരു QRT, ക്വിക്ക് റെസ്പോൺസ് ടീമിനെ ക്രമീകരിക്കും. എന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് നീങ്ങാൻ പാകത്തിനാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ. ഒപ്പം താമരശ്ശേരിയിൽ വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്ന ഇടമാണ്. അവിടെയും പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം വലിയ വീറും വാശിയും ഉണ്ടായി. പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. അത് തങ്ങളെ ലക്ഷ്യമിട്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആദ്യം മുതൽ തുടങ്ങിയ സൈബർ ആക്രമണങ്ങൾ, ഒപ്പം കാഫിർ പ്രയോഗത്തിൽ അവസാനിച്ച തെരഞ്ഞെടുപ്പ് ദിനം, ഇതിനുശേഷവും വീണ്ടും ഈ പ്രതിഷേധ യോഗങ്ങളും പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും ഒക്കെയായി പ്രസ്താവന യുദ്ധങ്ങളുമൊക്കെയായി സ്ഥാനാർത്ഥികളും മറ്റ് പാർട്ടി നേതാക്കളുമൊക്കെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് അങ്ങേയറ്റം പ്രശ്നബാധിതമായ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഏരിയയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടവും പോലീസും വടകര മണ്ഡലത്തെ നിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സമവായങ്ങൾ എന്നിവ വടകര മണ്ഡലത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ അനീഷ്, ഏതായാലും ജില്ലാ ഭരണകൂടം പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സർവകക്ഷി യോഗത്തിന്റെ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചത്. തൃശൂർ മണ്ഡലം ഇപ്പോൾ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തതിനേക്കാൾ ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ തൃശൂർ. കാരണം എക്സിറ്റ് പോൾ വന്നതിന് ശേഷം തൃശൂരിൽ BJPക്ക് വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് എന്ന വിലയിരുത്തൽ വന്നു. ഇതോടുകൂടി ശക്തമായ ത്രികോണ മത്സരത്തിൽ ആരാണ് ജയിക്കുന്നത് എന്നതിൽ ചർച്ചകൾ സജീവമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഡാനി പോളുണ്ട് തൃശൂരിൽ നിന്ന്. ഡാനി, കഴിഞ്ഞ ദിവസം ഈ വോട്ട് ചോർച്ചയുടെ കാര്യം കെ മുരളീധരൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളുണ്ട്. BJP 2ാം സ്ഥാനത്തെങ്കിലും വന്നാൽ പോലും അത് CPMന്റെ കുറ്റമായിരിക്കും, മുഖ്യമന്ത്രി ആയിരിക്കും അതിന് കുറ്റക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു തിരക്കിലാണല്ലോ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികൾ. എന്താണ് അവിടുത്തെ ഒരു പൾസ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്? മഞ്ജുഷ, അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഏറ്റവും ആദ്യം തന്നെ അന്ന് ന്യൂസ് 18നോടായിരുന്നു വ്യക്തമാക്കുന്നത്. ഇതിൽ ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇതിൽ പല തിരിമറികൾ വോട്ടിംഗ് കാര്യങ്ങളിലെല്ലാം തന്നെ നടന്നിരിക്കുന്നു. അത് ചില സമവായങ്ങൾ പ്രകാരമാണ്. മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ അത്തരം കാര്യങ്ങളുണ്ട് എന്നതടക്കമുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അത് പരാമർശിക്കപ്പെട്ടു പോയത്. BJPക്ക് വലിയ രീതിയിലേക്ക് വോട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന അടക്കം അദ്ദേഹം പറഞ്ഞു. ഇതിൽ ലക്ഷ്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നതടക്കം കെ മുരളീധരൻ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിന് അതേ നാണയത്തിൽ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ മറുപടി നൽകിയത്. മുരളീധരന് പരാജയ ഭീതിയാണ്. ഇവിടെ 3ാം സ്ഥാനത്തേക്കടക്കം കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ അത് ജാമ്യമെടുക്കുകയാണെന്ന് VS സുനിൽകുമാർ തിരിച്ചടിക്കുകയും ചെയ്തു. ഇവിടെ ഇടതുമുന്നണി തന്നെയായിരിക്കും തൃശ്ശൂരിൽ ആധിപത്യം നേടുക. അത് ഇടതുമുന്നണിക്ക് നിലനിർത്തിക്കൊണ്ട് വിജയം, പരമ്പരാഗതമായുള്ള തങ്ങളുടെ വിജയം അതിലേക്ക് തിരിച്ചു പിടിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയും CPIയിലൂടെ എന്നത് അടക്കം അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം
ഇതിൽ തൃശ്ശൂരിനെ കൂടി അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് NDAയുടെ ചിത്രങ്ങളിൽ തൃശ്ശൂർ ഉണ്ടാകുമെന്ന രീതിയിലേക്കുള്ള സൂചകങ്ങൾ നൽകുന്നു. അതോടെ BJP ക്യാമ്പ് തുടക്കത്തിൽ തന്നെയും വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നവർ. സുരേഷ് ഗോപി വീണ്ടും മത്സരിക്കാനെത്തുന്നു. അതുമാത്രവുമല്ല, മോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു പ്രയോഗം അത് ദേശവ്യാപകമായി അവർ ഒരു മുദ്രാവാക്യം, അവരുടെ സ്ലോഗനായി മാറ്റുന്നതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള പ്രഖ്യാപനം അത് തൃശ്ശൂരിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനം തൃശ്ശൂരിൽ വെച്ചായിരുന്നു നടത്തുന്നത്. പിന്നീട് അതൊരു ദേശീയ മുദ്രാവാക്യത്തിൻ്റെ ചുവയുള്ള രീതിയിലേക്ക് അത് മാറുകയും എല്ലാം തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ BJP സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ അവർ ഉയർത്തി കെട്ടുന്നതാണ്. വലിയ രീതിയിലേക്ക് കഴിഞ്ഞ തവണ 28% വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏത് ചേരുവകളാണ് വിജയിച്ചിട്ടുള്ളത് എന്നതറിയാൻ ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം എക്സിറ്റ് പോളുകളെ ഏത് രീതിയിലാണ് തൃശ്ശൂരിൽ പൊതുവെ സ്ഥാനാർത്ഥികൾ കാണുന്നത്? എന്തെങ്കിലും അഭിപ്രായ പ്രകടനം VS സുനിൽകുമാർ നടത്തിയിട്ടുണ്ടോ? സുരേഷ് ഗോപി ഇപ്പോൾ ഉണ്ടോ? മണ്ഡലത്തിൽ ഉള്ള സമയമാണോ ഇത്? മഞ്ജുഷ, നമ്മൾ അറിയാവുന്നിടത്തോളം ഇപ്പോൾ സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അദ്ദേഹം നാളെയോടെ ഇവിടേക്ക് മണ്ഡലത്തിലേക്ക് എത്തും എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് അതിനുശേഷം പിറ്റേ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളുണ്ടായി. പിന്നീട് അദ്ദേഹം പതിവ് പോലെ തൻ്റെ തിരക്കുകളിലേക്കടക്കം തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് സുരേഷ് ഗോപി എത്തുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് അറിഞ്ഞു തുടങ്ങുന്നൊരു സമയത്തേക്കാണ് തൃശ്ശൂരിലേക്ക് വരിക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ കെ മുരളീധരൻ ഇന്ന് ഉച്ചയോടുകൂടി മണ്ഡലത്തിലേക്ക് എത്തും, 3 മണിയോടുകൂടി മണ്ഡലത്തിലേക്ക് എത്തും. പക്ഷേ ഇതിനു മുൻപ് അദ്ദേഹം മറ്റ് ജില്ലകളിൽ പ്രതികരിച്ചത് അത് പൂർണ്ണമായും തന്നെ തള്ളിക്കളയുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇതിലൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. VS സുനിൽകുമാറിൻ്റെ പ്രതികരണം ആ രീതിയിലായിരുന്നു. അവർ NDA ഇവിടെ ഒരു കടന്നുവരവ് അതൊരിക്കലും കേരളത്തിലൂടെ ആവില്ല, കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന രീതിയിൽ തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികൾ പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ഉറ്റുനോക്കുകയാണ് ദേശീയ രാഷ്ട്രീയമടക്കം കേരളത്തിലേക്ക് നോക്കുമ്പോൾ NDAയുടെ സാധ്യതാ പട്ടികയിലേക്ക് ആദ്യം ഒരുപക്ഷെ ചേർന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ് എന്ന രീതിയിലാണ് പ്രചാരണം. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി കേരളത്തിലെ തൃശ്ശൂർ മാറുകയാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ രീതിയിലാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് ശേഷം വന്നിരിക്കുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നു, അത് തൃശ്ശൂരായിരിക്കും എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് അത് കൂടുതൽ ഊർജ്ജമായി മാറിയിരിക്കുകയാണ് BJPക്ക്. അതിനാൽ തന്നെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. പക്ഷേ ഇല്ല എന്നാണ് UDFും LDFും പറയുന്നത്. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ ന്യൂസ് 18 വോട്ടെണ്ണലിൻ്റെ ഓരോ സ്പന്ദനവും ജനങ്ങളെ അറിയിക്കാൻ സുസജ്ജമായി കഴിഞ്ഞു. ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും കൃത്യം കണക്കുകൾ ജനങ്ങളിൽ എത്തും. ഓരോ നിമിഷവും കൃത്യമായി കണക്കുകൾ എത്തിക്കാൻ ന്യൂസ് 18 നെറ്റ്വർക്കിന് കഴിയും. ഇതിനായി ന്യൂസ് 18 പ്രതിനിധികൾ നോയിഡ ഓഫീസിൽ പ്രത്യേക സജ്ജീകരണങ്ങളിലാണ് ഒരുക്കിയിട്ടുള്ളത്. അവസാന വോട്ട് എണ്ണുന്നത് വരെയും കൃത്യം കണക്കുകൾ എത്തിക്കുകയാണ് ലക്ഷ്യം. അതിൻ്റെ ദൃശ്യങ്ങളാണ് എങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിവിധ സെന്ററുകളിൽ നിന്ന് വരുന്ന കണക്കുകൾ അനുനിമിഷം ഒരു സമയം പോലും തെറ്റാതെ ഉടനടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ മുൻ വർഷങ്ങളെ പോലെ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് 18ലൂടെ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം കാണുക. ഇതിന്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? KP അഭിലാഷ് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ ചേരുകയാണ്. അഭിലാഷ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, മുൻ വർഷങ്ങളിൽ അനുഭവമുള്ളതാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ എന്താണ് ഈ സജ്ജീകരണങ്ങൾ പൊതുവായിട്ട് പറയുമ്പോൾ? മഞ്ജുഷ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണല്ലോ തെരഞ്ഞെടുപ്പുകളെ വിശേഷിപ്പിക്കാറ്. എന്നാൽ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളവും ഇത്തരത്തിൽ ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പും. മഞ്ജുഷ പറഞ്ഞതുപോലെ തന്നെ 2016 ന്യൂസ് 18 നെറ്റ്വർക്ക് മലയാളത്തിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും ആധികാരികമായി തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മറ്റ് മലയാളം ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തിയോ ആകാംക്ഷയോ നിറയ്ക്കുന്ന ഗിമ്മിക്കുകൾ ഇല്ലാത്ത വാർത്ത വളരെ കൃത്യമായി ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. അതിന് കാരണം നമുക്ക് മാത്രം പ്രാപ്യമാകുന്ന വിശാലമായ നെറ്റ്വർക്ക് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭാഷയിൽ, അതായത് രാജ്യത്തെ എല്ലാ ഭാഷയിലും തന്നെ നമുക്ക് ടെലിവിഷൻ ചാനലുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഡെസ്ക് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലെ നോയിഡയിൽ ആണ്. ഞാനിപ്പോൾ ഉള്ളത്
തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാനത്തെ സെൻട്രൽ ഡെസ്കിൽ ആണ് എങ്കിൽ ഇതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള ഡെസ്ക് ആണ് ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ആണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. നോയിഡയിലെ ഈ സെൻട്രൽ ഡെസ്കിൽ കേരളം, തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഡെസ്കുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വാർത്താ സംഘം അടക്കം ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ആധികാരികമായ ഡേറ്റ നൽകാൻ സാധിക്കുന്നത് എന്നത് കൂടിയാണ് പ്രേക്ഷകരിലേക്ക് വിവരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായി നിന്നുകൊണ്ടാണ്. ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പട്ടിക, അങ്ങനെ 543 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വളരെ കൃത്യമായി നോയിഡയിൽ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരു സീറ്റിലേക്ക് BJP സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മരണപ്പെട്ടു. അവിടുത്തെ വോട്ടെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ച് ഇനി ഉപതെരഞ്ഞെടുപ്പുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഒരു ഉദാഹരണമായി നമുക്ക് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ രാവിലെ 8 മണിക്കാണ് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ശശി തരൂരിന് 5 വോട്ടുകൾ ആണ് ലഭിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അതേസമയം രാജീവ് ചന്ദ്രശേഖരന് 1 വോട്ടും പന്ന്യൻ രവീന്ദ്രന് 3 വോട്ടും ലഭിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഈ വിവരങ്ങൾ അതേ നിമിഷം തന്നെ നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്കിലേക്കാണ് റിപ്പോർട്ടറുമായി കൈമാറുക. നമ്മൾ മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ ഏറ്റവും സമഗ്രമായി അവലോകനം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഈ കണക്കുകൾ നടത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ പങ്കുവച്ചതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആണ് ഓരോ റൗണ്ടിലും മാറി മറിയുന്നത്. ആ നിമിഷം തന്നെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ നൽകുന്ന ഡേറ്റകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത്. പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ ഏത് വിജയിയാണോ പ്രഖ്യാപിക്കുന്നത് ആ വിജയിയിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്ക്, മറ്റ് ടെലിവിഷൻ ചാനലുകൾക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നു, മറ്റ് ടെലിവിഷൻ ചാനലുകളുടേതുപോലെയുള്ള ഒരു തരത്തിലുമുള്ള അഭ്യൂഹ കണക്കുകൾ അല്ല, മറിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നോയിഡയിൽ നിന്ന് എത്തുന്ന ഇൻപുട്ട് ആണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ഡെസ്കിലെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്നത്. അവിടെ ഇൻപുട്ട് ഡെസ്ക് സജ്ജമാണ്. ഇത് ഉച്ച സമയമാണ്. നമുക്കറിയാം ഈ വാർത്താ തിരക്കുകൾ കൊണ്ട്, അതായത് വാർത്താ ഡെസ്ക് ഏറ്റവും സജീവമാകുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് വിശ്രമിക്കാൻ ലഭിക്കാറുള്ളൂ. ആ സമയത്ത് പോലും ഇവിടെ വാർത്താ ഡെസ്ക് പൂർണ്ണ സജ്ജമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്ന ഡേറ്റകൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് ഔട്ട്പുട്ടായി എത്തുന്നു. അതായത് ടെലിവിഷൻ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ടെലിവിഷനിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ശശി തരൂർ മുന്നിൽ എങ്കിൽ ശശി തരൂർ മുന്നിൽ, അത് എത്ര വോട്ടിന്, തൊട്ടു പിന്നിൽ ആരാണ്, പന്ന്യൻ രവീന്ദ്രൻ ആണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആണോ, ഇത്തരം ഡേറ്റകൾ ആ നിമിഷം തന്നെ ഗ്രാഫിക്സ് റെപ്രസെന്റേഷനോടുകൂടി ഏറ്റവും ആധികാരികമായി ഏറ്റവും സ്ക്രീനിലേക്ക്, അതായത് ടെലിവിഷൻ സ്ക്രീനിലേക്ക് ഒരു പ്രേക്ഷകന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡേറ്റകൾ കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിൽ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിൽ ആണ് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാഫിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് പമ്പ് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡെസ്ക് പ്രവർത്തന സജ്ജമാണ്. ദിവസങ്ങളായി ഇവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മഞ്ജുഷ, നമുക്ക് ടെലിവിഷൻ ചാനൽ മാത്രമല്ല ഉള്ളത്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ അടക്കം. ഇപ്പോൾ നമുക്കറിയാം ഇത് വർക്കിംഗ് ഡേയിൽ ആണ് ഇങ്ങനെ ഒരു വോട്ടെണ്ണൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ടെലിവിഷൻ ചാനലുകൾ ഓഫീസുകളിലും മറ്റുമൊന്നും ഇരുന്ന് കാണാൻ സാധിക്കണമെന്നില്ല. വിവിധ ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട്. അവർക്ക് ആ ചെറിയ ഇടവേളകളിൽ യൂട്യൂബ് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും നേരത്തെ തന്നെ സജ്ജമായിട്ടുണ്ട്. അവിടെയും തയ്യാറെടുപ്പുകൾ പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ആധികാരികമായ വിവരം ആണ് നമുക്ക് നമ്മുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമുണ്ടാവുകയില്ല. കൃത്യമായ കണക്കുകളായിരിക്കും പുറത്തുവിടുക. അവസാനം ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോയവർ തിരികെ ന്യൂസ് 18 കണക്കുകളിലേക്ക് എത്തുകയും ചെയ്യും. ഇത് മുൻ അനുഭവങ്ങളാണ്. അത് പ്രകാരം തന്നെയായിരിക്കും ഇത്തവണയും മുന്നോട്ട് പോവുക. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക.
ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. Climax Counting Day, presented by ICL FinCorp, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions, Indian Institute of Commerce, Lakshya, and Jain deemed to be University, Kochi. Special partners, Ajmi Steammade Puttupodi, Urban Gramin Society Gold Loan, Thompson PVC Pipe, and Indian Cooperative Credit Society Limited. മധ്യവേനൽ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. 2.5 ലക്ഷത്തിലധികം കുരുന്നുകളാണ് 1ാം ക്ലാസ്സിൽ പ്രവേശനത്തിനെത്തിയത്. എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുത്തൻ ബാഗും കുടയും മധുരപലഹാരങ്ങളും തൊപ്പിയും വലിയ സന്തോഷത്തോടെയാണ് കുരുന്നുകളെ അക്ഷരമുറ്റത്തേക്ക് വരവേറ്റത്. വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം, എന്നാൽ മറ്റു ചിലർക്കോ അമ്മയെ കാണാത്തതിന്റെ സങ്കടവും. അധ്യാപകർ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ലോകത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള അറിവുകൾ പകരാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാം കണ്ടത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം പോലും സമൂഹം, നാട് ഏറ്റെടുക്കുന്നതാണ് ആ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1, 3, 5, 7, 9 ക്ലാസുകളിൽ 10 വർഷത്തിന് ശേഷമുള്ള പാഠ്യപദ്ധതി പരിഷ്കരണമാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റ് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അത് ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥി സമൂഹത്തിന്റെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടാണ് ആ പാഠപുസ്തക നിർമ്മിതി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത വർഷം 2, 4, 6, 8, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകം 20 വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല. ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ടെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 223 ദിവസമുള്ള അക്കാദമിക് കലണ്ടർ പി രാജീവ് പ്രകാശനം ചെയ്തു. മറ്റ് ജില്ലകളിലും മന്ത്രിമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആഘോഷങ്ങൾ കഴിഞ്ഞു. ഇവരിനി പഠിച്ചും ചിരിച്ചും കളിച്ചും ഒന്നിച്ചു മുന്നേറട്ടെ, നല്ലൊരു നാളേക്കായി. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6585, പവന് 52,680. 18 ക്യാരറ്റ് ഗ്രാമിന് 5495, പവന് 43,960. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി